ബോബനും മോളിയും. 71-ൽ ജെ ശശികുമാറായിരുന്നു ബോബനും മോളിയും സംവിധാനം ചെയ്തത്. ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങളായ ബോബനായി മാസ്റ്റർ ശേഖറും മോളിയായി ബേബി രജനിയുമാണ് അഭിനയിച്ചത്. ഇവരെ കൂടാതെ മധു, കവിയൂർ പൊന്നമ്മ, ഫാസി തുടങ്ങിയ പ്രമുഖ അഭിനേതാക്കളും അഭിനയിച്ചിട്ടുണ്ട്. ടോംസ് എഴുതിയ അതേ രീതിയിൽ തന്നെ കാർട്ടൂൺ കഥാപാത്രങ്ങളായിരുന്നു അവർ അഭിനയിച്ചത്. കുട്ടനാട്ടിലെ തൻ്റെ വീടിന് സമീപത്തുണ്ടായിരുന്ന 2 വികൃതി കുട്ടികളായിരുന്നു കാർട്ടൂണിസ്റ്റായ ടോംസിന് ഇതെഴുതാൻ പ്രചോദനമായത്. ചങ്ങനാശ്ശേരിക്കടുത്ത് കുട്ടനാട്ടിൽ വെളിയനാട്ടിലായിരുന്നു ടോംസിൻ്റെ ജനനം. തൻ്റെ കാർട്ടൂൺ കഥാപാത്രങ്ങളായ ബോബനും മോളിയിൽ കൂടിയാണ് ടോംസ് അറിയപ്പെടുന്നത്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. കുട്ടികൾ കേന്ദ്ര കഥാപാത്രങ്ങളായ മറ്റൊരു സിനിമയായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഒരു കൂട്ടം കുട്ടികളും അവരുടെ കൂട്ടുകാരനായി കുട്ടിച്ചാത്തൻ എത്തുന്നതോടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഇതിൽ കുട്ടിച്ചാത്തനായി അഭിനയിച്ചത് മാസ്റ്റർ അരവിന്ദായിരുന്നു. 84-ൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായിരുന്നു. എങ്കിലും ഇതേ ചിത്രം 97-ൽ പുതിയ രീതിയിൽ ക്രമപ്പെടുത്തി വീണ്ടും റിലീസ് ചെയ്യുകയുണ്ടായി. ഇത് പഴയ വിജയ ചരിത്രം വീണ്ടും ആവർത്തിച്ചു. മലയാളത്തിൽ ആദ്യമായി DTS സംവിധാനം ഉപയോഗിക്കുന്നത് ഈ ചിത്രത്തിലായിരുന്നു. ഈ ചിത്രത്തിൻ്റെ മറ്റു ഭാഷാ പതിപ്പുകളാണ് ഹിന്ദിയിലെ ചോട്ടാ ചേത്തനും തമിഴിലെ സുട്ടിച്ചാത്തനും. മനു അങ്കിൾ. 88-ൽ ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത് കുട്ടികൾ അവതരിപ്പിച്ച് ഹിറ്റാക്കിയ മറ്റൊരു സിനിമയായിരുന്നു മനു അങ്കിൾ. ഈ ചിത്രത്തിൽ മനു എന്ന കഥാപാത്രമായി മമ്മൂട്ടിയും, ഡാനി എന്ന കുട്ടിയായി കുര്യൻ ചാക്കോയും, രേണു എന്ന കുട്ടിയായി സോണിയയും, ശംഖു എന്ന കുട്ടിയായി അനൂപ് സി പരമേശ്വരനുമാണ് അഭിനയിച്ചത്. ഇതുകൂടാതെ സുരേഷ് ഗോപി അവതരിപ്പിച്ച SI മിന്നൽ പ്രതാപൻ എന്ന ഹാസ്യ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു ഇത്. തിയേറ്ററുകളിൽ 100 ദിവസത്തിൽ കൂടുതൽ പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിന് മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള ദേശീയ അവാർഡും ലഭിച്ചു. ഉണ്ണികളെ ഒരു കഥ പറയാം. 87-ൽ കമൽ സംവിധാനം ചെയ്ത കുട്ടികളുടെ ഒരു സിനിമയായിരുന്നു ഉണ്ണികളെ ഒരു കഥ പറയാം. മോഹൻലാൽ, തിലകൻ, കാർത്തിക തുടങ്ങിയ പ്രമുഖ അഭിനേതാക്കൾ അഭിനയിച്ച ഈ ചിത്രവും ഒരു വിജയമായിരുന്നു. ഇതിൽ നാടോടി ജീവിതം നയിക്കുന്ന ഒരു പറ്റം അനാഥ കുട്ടികളെ പരിപാലിക്കുന്ന എബി എന്ന ചെറുപ്പക്കാരനായിട്ടായിരുന്നു മോഹൻലാൽ അഭിനയിച്ചത്. ഈ ചിത്രത്തിലെ ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് KJ യേശുദാസ് സ്വന്തമാക്കുകയുണ്ടായി. എൻ്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക്. നവോദയ അപ്പച്ചൻ നിർമ്മിച്ച് ഫാസിൽ സംവിധാനം ചെയ്ത 83-ലെ ഒരു കുടുംബ ചിത്രമായിരുന്നു എൻ്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക്. ഭരത് ഗോപി, മോഹൻലാൽ, ബേബി ശാലിനി, പൂർണിമ ജയറാം തുടങ്ങിയവരായിരുന്നു ഇതിലെ അഭിനേതാക്കൾ. മാമാട്ടി കുട്ടിയമ്മ എന്ന കഥാപാത്രത്തിന് ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ മാമാട്ടി കുട്ടിയമ്മ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ബേബി ശാലിനിക്ക് മികച്ച ബാലതാരത്തിനും ഭരത് ഗോപിക്ക് മികച്ച നടനുമുള്ള അവാർഡ് ലഭിച്ചു. 4 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഈ ചിത്രം ഫാസിൽ തന്നെ 88-ൽ ബൊമ്മക്കുട്ടി അമ്മാവുക്ക് എന്ന പേരിൽ തമിഴിലും 89-ൽ പാബേമ പ്രാണം എന്ന പേരിൽ തെലുങ്കിലും പുനർനിർമ്മിച്ചു. മാളൂട്ടി. 90-ൽ പ്രദർശനത്തിനെത്തിയ ഈ ചിത്രം ഭരതനായിരുന്നു സംവിധാനം ചെയ്തത്. ബേബി ശാലിനിയുടെ അനിയത്തിയായ ബേബി ശ്യാമിലിയായിരുന്നു ഇതിലെ കേന്ദ്ര കഥാപാത്രം. 80കളിൽ ഒരു ബാലിക ഡ്രിൽ ഹോളിൽ കുടുങ്ങുകയും മണിക്കൂറുകൾക്ക് ശേഷം അതിനെ അതിജീവിക്കുന്നതുമാണ് ഇതിൻ്റെ കഥാതന്തു. ഈ ചിത്രത്തിൽ ജയറാമിനും ഉർവശിക്കുമൊപ്പം കേന്ദ്ര കഥാപാത്രമായ മാളൂട്ടിയെ അവതരിപ്പിച്ചത് ബേബി ശ്യാമിലിയായിരുന്നു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ബേബി ശ്യാമിലി സ്വന്തമാക്കി. പൂക്കാലം വരവായി. 91-ൽ കമൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പൂക്കാലം വരവായി. ജയറാം, മുരളി, ബേബി ശ്യാമിലി,
ജഗതി, രേഖ, ഗീതു തുടങ്ങിയവരായിരുന്നു പ്രമുഖ വേഷങ്ങളിൽ അഭിനയിച്ചത്. നാഗരികതയിൽ നിന്നും സ്നേഹം നിറഞ്ഞ ഒരു ഗ്രാമാന്തരീക്ഷത്തിലേക്ക് എത്തിപ്പെടാൻ കൊതിച്ച ഒരു ബാലികയുടെ കഥയായിരുന്നു പൂക്കാലം വരവായി. ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായ ഗീതു എന്ന ബാലികയെ അവതരിപ്പിച്ചത് ബേബി ശ്യാമിലിയായിരുന്നു. ഈ ചിത്രവും ഒരു വൻ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ്. 92 ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി, സുരേഷ് ഗോപി, ശോഭന, മാസ്റ്റർ ബാദുഷ തുടങ്ങിയവരായിരുന്നു അഭിനയിച്ചത്. അന്നുവരെ നിലവിലുണ്ടായിരുന്ന പല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ച ഈ ചിത്രം 300 ദിവസത്തിന് മുകളിൽ തിയേറ്ററുകളിൽ പ്രദർശിക്കപ്പെട്ട ഒരു ചിത്രം കൂടിയായിരുന്നു. ഇതിൽ കേന്ദ്ര കഥാപാത്രമായ അപ്പൂസിനെ അവതരിപ്പിച്ചത് മാസ്റ്റർ ബാദുഷയായിരുന്നു. ദേശീയ അവാർഡിനുള്ള നോമിനേഷൻ ലഭിക്കപ്പെട്ട ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മാസ്റ്റർ ബാദുഷയും തൻ്റെ തന്മയത്വമാർന്ന അഭിനയ ശൈലിയിലൂടെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മമ്മൂട്ടിയും കരസ്ഥമാക്കി. കുഞ്ഞാറ്റക്കിളികൾ. 86 എസൽപുരം സദാനന്ദൻ കഥയെഴുതി ജെ ശശികുമാർ സംവിധാനം ചെയ്ത ഒരു കുടുംബ ചിത്രമായിരുന്നു കുഞ്ഞാറ്റക്കിളികൾ. കുട്ടികൾ കഥാപാത്രങ്ങളായിട്ടുള്ള ഈ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മോഹൻലാൽ, ശോഭന, സോമൻ, സുകുമാരി തുടങ്ങിയ പ്രമുഖ അഭിനേതാക്കളായിരുന്നു അഭിനയിച്ചത്. യോദ്ധ. 92 സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ഒരു ചലച്ചിത്രമായിരുന്നു യോദ്ധ. ഗോൾഡൻ ചൈൽഡ് എന്ന ഹോളിവുഡ് ചിത്രമായിരുന്നു ഈ ചിത്രം നിർമ്മിക്കാൻ അവർക്ക് പ്രചോദനം നൽകിയത്. ഇതിൽ മോഹൻലാലും ജഗതിയും മത്സരിച്ചഭിനയിച്ച തൈപ്പറമ്പിൽ അശോകൻ എന്ന കഥാപാത്രവും അരിശുംമൂട്ടിൽ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രവും ജനഹൃദയങ്ങളിൽ ഇന്നും വസിക്കുന്നു. കേന്ദ്ര കഥാപാത്രമായ റിംപോച്ചെ ആയി അഭിനയിച്ചത് മാസ്റ്റർ സിദ്ധാർത്ഥാണ്. മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് മാസ്റ്റർ സിദ്ധാർത്ഥ് കരസ്ഥമാക്കുകയുണ്ടായി. വാണിജ്യപരമായി വിജയം കൈവരിച്ച ഈ ചിത്രം 93 ധരം യോദ്ധ എന്ന പേരിൽ ഹിന്ദിയിലും ഇതേ വർഷം തന്നെ അശോകൻ എന്ന പേരിൽ തമിഴിലും 95 യോദ്ധ എന്ന പേരിൽ തെലുങ്കിലും റീമേക്ക് ചെയ്യപ്പെട്ടു. ആകാശദൂത്. ഡെന്നിസ് ജോസഫിൻ്റെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത 93 ഒരു ചലച്ചിത്രമായിരുന്നു ആകാശദൂത്. കേരള കരയാകെ കണ്ണീരിലാഴ്ത്തിയ ഒരു ചലച്ചിത്രം കൂടിയായിരുന്നു ആകാശദൂത്. 83 ഊ വിൽ ലവ് മൈ ചിൽഡ്രൻ എന്ന അമേരിക്കൻ ചിത്രമായിരുന്നു ആകാശദൂത് എന്ന ചിത്രം നിർമ്മിക്കാൻ പ്രചോദനം നൽകിയത്. മാധവിയും മുരളിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രം പ്രധാനമായും കുട്ടികളെ പിരിയുന്നതിൻ്റെ വേദനയെ അടിസ്ഥാനമാക്കിയുള്ളത്. തിയേറ്ററുകളിൽ 365 ദിവസത്തിലധികം പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിന് വൻ കളക്ഷൻ നേടുകയുണ്ടായി. മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഈ ചിത്രത്തിലൂടെ മാധവി കരസ്ഥമാക്കി. ദേശീയ ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ ആകാശദൂത് എന്ന ഈ ചിത്രം മാതൃദേവോഭവ എന്ന പേരിൽ തെലുങ്കിലും, കരുലിന കുഗു എന്ന പേരിൽ കന്നഡയിലും, തുളസി എന്ന പേരിൽ ഹിന്ദിയിലും റീമേക്ക് ചെയ്തു.